കോൺസുലേറ്റ് ഇനി കേരളത്തിലും. തിരുവനന്തപുരത്ത് മണക്കാടാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കോൺസുലേറ്റ് സഹായകരമാകുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റിനാണ് സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് തുടക്കമായത്. മണക്കാട് 4 നിലയിലായാണ് UAE കോൺസുലേറ്റ് പ്രവർത്തിക്കുക. UAE അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ റാസി കോൺസുലേറ്റിൽ UAEയുടെ പതാക ഉയർത്തിയതോടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായി. കേരള ഗവർണർ P. സദാശിവവും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് കോൺസുലേറ്റ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഓഫീസിൻ്റെയൊക്കെ പ്രവർത്തന രീതി നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഉദ്ഘാടന വേദിയിലെത്തിയത്. ഇരു രാജ്യങ്ങളുടെയും ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം. കോൺസുലേറ്റിനെ കുറിച്ച് UAE അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ റാസി to enhance our collaboration with India, facilities issuing United Arab Emirates visa to the people and residents of India and to those residing in Kerala in particular. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിന് കോൺസുലേറ്റിന്റെ പ്രവർത്തനം സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. I would request the newly opened consulate to take the initiative in making this type of collaboration possible. This will actually strengthen the relationships of our people further. UAE കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽ സാബി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾക്ക് പുതിയ കോൺസുലേറ്റ് ഏറെ സഹായകരമാകും. നോർക്ക ചെയർമാൻ MA യൂസഫ് അലി, ശശി തരൂർ MP തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. UAE മലയാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിസ നൽകൽ എന്നിവയൊക്കെ ഈ കോൺസുലേറ്റിലൂടെ വേഗത്തിൽ പരിഹാരമാകുമെന്നതും പ്രത്യേകതയാണ്. ഇനി UAEയിലേക്ക് പോകുന്ന എല്ലാ മലയാളികൾക്കും വിസ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സൗകര്യം തലസ്ഥാനത്തായി കഴിഞ്ഞു. ക്യാമറാമാൻ ബിച്ചു പൂച്ചലിനൊപ്പം സുനിൽ അരിമാനൂർ.